ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഷയമാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ആയുധങ്ങളില്ലാത്തൊരു ലോകം. അത് വെറും ഒരു സ്വപ്നമാണോ? അല്ല, അതൊരു യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരൊറ്റ രേഖയിൽ നിന്ന് രൂപം കൊണ്ട ഒരു വലിയ പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ശരി, നമുക്ക് തുടങ്ങാം. അപ്പോ ഈയൊരു ചോദ്യം, ഇത് നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിക്കേണ്ട ഒന്നാണ്, അല്ലേ? യുണൈറ്റഡ് നേഷൻസ്, അതായത് ഐക്യരാഷ്ട്രസഭ, തുടങ്ങിയിട്ട് ഏകദേശം 80 വർഷമാകാൻ പോകുന്നു. പക്ഷെ ഇപ്പോഴും ആണവ യുദ്ധഭീഷണി കുറയുന്നില്ല. സത്യത്തിൽ അത് കൂടി വരികയാണ്. അപ്പോൾ അടുത്തതെന്ത്? ഈയൊരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് തേടുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ നോക്കുന്നത് ഡിവൈൻ ഫോഴ്സ് 123 എന്നൊരു സംഘടന മുന്നോട്ട് വെച്ച ഒരു രേഖയാണ്. ഏകദേശം 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ളൊരു സംഘടനയാണിത്. ആത്മീയതയും രാഷ്ട്രീയമൊക്കെ ഒരുമിപ്പിച്ച് ലോകസമാധാനത്തിൽ ഒരു പുതിയ വഴി കാണിച്ചു തരികയാണ് ഈ രേഖ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് പ്രശ്നം? ഈ രേഖയനുസരിച്ച് നമ്മുടെ ലോകം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു രോഗനിർണയം പോലെ എന്താണ് യഥാർത്ഥ അസുഖമെന്ന് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. ഈ രേഖ വെറുമൊരു സങ്കല്പമല്ല കേട്ടോ, ലോക നേതാക്കൾ തന്നെ പങ്കുവയ്ക്കുന്ന ആശങ്കകളെയാണ് ഇത് അടിസ്ഥാനമാക്കുന്നത്. UN സെക്രട്ടറി ജനറലിന്റെ ഈ വാക്കുകൾ നോക്കൂ. ആണവ സംഘർഷത്തിനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, ഒരു ആണവ യുദ്ധത്തിൽ ആർക്കും ജയിക്കാനാവില്ല. ഇത് വളരെ ഭീകരമായൊരു സത്യമാണ്. 12241. ഇതൊരു ചെറിയ സംഖ്യയല്ല. ഈ രേഖ പറയുന്നത് ഇത്രയധികം ആണവായുധങ്ങൾ ഇന്ന് ലോകത്തുണ്ടെന്നാണ്. ആലോചിച്ചു നോക്കൂ ആ ഭീഷണിയുടെ ഒരു വലിപ്പം. ആണവ ഭീഷണിയുടെ യുഗം അവസാനിക്കണം. ഇതുതന്നെയാണ് ഈ രേഖയുടെ കാതൽ. അവർ ഉറപ്പിച്ചു പറയുന്നു, ഈ ഭയപ്പെടുത്തി ഭരിക്കുന്ന രീതി അത് ഇനി വേണ്ട. ഇത് വെറുമൊരു പ്രസ്താവനയല്ല, ഒരു ആഹ്വാനമാണ്. ശരി, അപ്പോൾ പ്രശ്നം ഇതാണ്. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ടോ? ഉണ്ട് എന്നാണ് ഈ രേഖ പറയുന്നത്. നമുക്ക് ആ പരിഹാരത്തിലേക്ക് കടക്കാം. ഇത് കുറച്ചൊരു വ്യത്യസ്തമായ ആശയമാണ്. പ്രകൃതിയുടെ ഒരു അടിസ്ഥാന തത്വത്തിൽ ഊന്നിയുള്ള ഒരാശയം. UBUMUD. കേൾക്കുമ്പോൾ എന്തോ കോഡ് പോലെ തോന്നാം, അല്ലേ? പക്ഷെ സിമ്പിളാണ്. പ്രകൃതിയിലുള്ള ഒരു ബാലൻസിംഗ്, ഒരു സന്തുലിതാവസ്ഥ, അതിനെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. ഈ സന്തുലിതാവസ്ഥ നമ്മുടെ ലോക കാര്യങ്ങളിലും കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്താണ് ഈ UBUMUD എന്ന്? അത് മനസ്സിലാക്കാൻ വേണ്ടി അവർ തന്നെ ചില ഉദാഹരണങ്ങൾ തരുന്നുണ്ട്. നമുക്കിത് നോക്കാം. ആത്മീയമായി ചിന്തിച്ചാൽ ദൈവം എന്ന സങ്കല്പം പോലെ, ജനറേറ്റർ, ഓപ്പറേറ്റർ, ഡെസ്ട്രോയർ അതുപോലെ. ഇനി സയൻസിലേക്ക് വന്നാൽ ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ പോലെ 3 ഘടകങ്ങൾ ചേർന്നുള്ള ഒരു പൂർണ്ണമായ ബാലൻസ്. അതാണ് ആശയം. ഓക്കെ, ആശയം കൊള്ളാം. പക്ഷേ ഇതെങ്ങനെ നടപ്പിലാക്കും, അല്ലേ? അതിനുവേണ്ടി ഈ രേഖ ഒരു പുതിയ ആഗോള സമിതിയെപ്പറ്റി പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ അവർ വിളിക്കുന്നത് യുണൈറ്റഡ് മാസ്റ്റേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ചുരുക്കത്തിൽ UN. ഇത് UN പകരം വയ്ക്കാനുള്ളതല്ല കേട്ടോ, മറിച്ച് UN ഒപ്പം നിന്ന് ഒരു മോറൽ കോമ്പസ് പോലെ, അല്ലെങ്കിൽ ഒരു ആത്മീയ വഴികാട്ടിയായി പ്രവർത്തിക്കാനുള്ള ഒരു സമിതിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സമിതിയുടെ പ്രത്യേകതകൾ? ഒന്നാമതായി, ഇത് കൂടുതൽ സമാധാനപരവും പ്രാർത്ഥനാപരവും ധാർമ്മിക മൂല്യങ്ങളിൽ ഊന്നിയതുമാവണം. പിന്നെ ലോകത്തിലെ വൻ ശക്തികളിലെ വാഷിംഗ്ടൺ, മോസ്കോ, ബെയ്ജിംഗ്, ഇവരുമായിട്ടൊക്കെ ഒരു ട്യൂണിങ്ങിൽ പോകാൻ കഴിയണം. താൽക്കാലികമായി ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായി അവർ നിർദ്ദേശിക്കുന്നത് ന്യൂഡൽഹിയിലെ ഗാന്ധി സ്മൃതിയാണ്. ശരി, ഇതൊക്കെയാണ് പ്ലാൻ. ഇനിയിപ്പോൾ എന്തു ചെയ്യണം? ലോക നേതാക്കളോടും നമ്മളെപ്പോലുള്ളവരോടും ഈ രേഖ ചില കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു 3D അപ്പീലാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒന്ന്, UN ജനറൽ അസംബ്ലി പ്രസിഡന്റിനോട് ഈ ആശയം അംഗീകരിക്കാനും ഒരു WMD എമർജൻസി, അതായത് സർവനാശ ആയുധ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും പറയുന്നു. 2, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ചർച്ചയ്ക്കെടുക്കാൻ ആവശ്യപ്പെടുന്നു. 3, പോഡ്കാസ്റ്റുകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒരു ലോകവ്യാപകമായ ചർച്ചയ്ക്ക് തുടക്കമിടുക. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇത് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചൊരു ഐഡിയ ആണോ എന്ന്. അല്ലേയല്ല, ഇതിന് പിന്നിലെ ഏകദേശം 30 വർഷത്തെ ഒരു ചരിത്രമുണ്ട്. ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. അതറിയുമ്പോൾ ഈ പദ്ധതിയുടെ ആഴം നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. 1995 ഇതിൻ്റെയൊക്കെ തുടക്കം. സന്തുലിത ലോകം എന്ന ആശയം വരുന്നത് അപ്പോഴാണ്. പിന്നെ 2007 നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മുന്നിൽ ഈ ആശയം അവതരിപ്പിച്ചു. 2014 ഇത് ഇന്ത്യൻ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ് എന്നിവരെയൊക്കെ ഔദ്യോഗികമായി അറിയിച്ചു. ഒരു പോലീസ് അന്വേഷണം വരെ ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാണ് 2025 ഈ ഒരു ആഗോള അഭ്യർത്ഥനയിലേക്കെത്തുന്നത്. ശരി, ചരിത്രം നമ്മൾ കണ്ടു. ഇനി ഭാവി എന്താണ്?
എന്താണിതിൻ്റെയൊക്കെ അന്തിമ ലക്ഷ്യം? അതാണ് അടുത്തത്. സർവനാശ ആയുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഒരു 90 വർഷത്തെ പ്ലാൻ. ഇതൊരു 9 വർഷത്തെ പ്ലാനാണ്, 3 ഘട്ടങ്ങളായിട്ട്. ആദ്യത്തെ 2 വർഷം, അതായത് 2025 തൊട്ട് 27 വരെ UN-ൽ നിന്ന് ഇതിനൊരു അംഗീകാരം നേടിയെടുക്കണം. പിന്നെ 2030 വരെ ഈ യുണൈറ്റഡ് മാസ്റ്റേഴ്സ് എന്ന സംവിധാനമൊക്കെ സെറ്റപ്പ് ചെയ്യണം. അവസാനം 2030 മുതൽ 34 വരെ ഈ പദ്ധതി ഭംഗിയായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. 2034 ആവുമ്പോഴേക്കും ലക്ഷ്യം കാണുക, അതാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ വെച്ച് ഈ രേഖ ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇന്നത്തെ ഈ ലോകത്ത്, ഈ രാഷ്ട്രീയവും അധികാരവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് ഒരു ആത്മീയ ഉന്നത സഭയ്ക്ക് ശരിക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ? നിലവിലുള്ള സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് അതിനൊന്ന് നന്നാക്കാൻ ഇതിന് സാധിക്കുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം.